ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ലൈറ്റ് എനർജി. അപ്പൊ നമുക്ക് ഫിസിക്സിന് കുറെ ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ. അത് ഒപ്റ്റിക്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ, പിന്നെ ഇലക്ട്രോഡൈനാമിക്സ്, മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്. ഇതിൽ ഏതാ നിങ്ങൾ കേട്ടത്? തെർമോഡൈനാമിക്സ് കേട്ടു. അപ്പൊ തെർമോഡൈനാമിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹീറ്റ്. ഇതിന്റെ ഉത്തരം ഒപ്റ്റിക്സ് ആണ്. അപ്പൊ ഒപ്റ്റിക്സ് ആണ് ലൈറ്റുമായിട്ട് അല്ലെ. ലൈറ്റ് കണ്ണടന്റെ കഥന്റെ പേരെന്താ? ഒപ്റ്റിക്കൽസ്. അപ്പൊ ലൈറ്റ് ആണ്. എന്നാൽ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് ചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോൺ എന്നൊക്കെ പറയും. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുവായിട്ട് ബന്ധപ്പെട്ടത്. ഓരോന്നോർത്തോളെ മെക്കാനിക്സ് ചലിക്കുന്നത്. തെർമോഡൈനാമിക്സ് പേര് തന്നെ ഉണ്ട്, തെർമോ ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഉത്തരം ഏതാണ്? ഒപ്റ്റിക്സ്. നോക്കിക്കോളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ വിച്ച് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. അല്ലെ, 4 ബേസിക് ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വീക്ക് ഏതാണ്? വീക്ക് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ വീക്ക്. ഓക്കെ, ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്നാൽ സ്ട്രോങ് ഫോഴ്സ് ഏതാ? ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, വീക്ക് ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിലെ 4 ഫോഴ്സ് ഏതാന്ന് പറയണേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ വീക്ക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ അപ്പൊ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനുമാണ്. ലീനിയർ മോഷൻ ഉള്ളത് മൊമെന്റം, റൊട്ടേഷൻ മോഷൻ എന്താ? ആംഗുലർ മൊമെന്റം. എന്താ ഉള്ളത്? ആംഗുലർ മൊമെന്റം. അപ്പൊ അതാണ് ആംഗുലർ മൊമെന്റം. അതുപോലെ മാസിന് പകരമുള്ള എന്താണത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫോഴ്സിന് പകരമുള്ളതാണ് ടോർക്ക്. അത് പറഞ്ഞത് കൃത്യമായിട്ട് പഠിച്ചോളണേ. അത് നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലെ. അഞ്ചാമത്തെ, അക്കോർഡിംഗ് ടു ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. 1/3 NmV ആവറേജ് സ്ക്വയർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ VRMS സ്ക്വയർ എന്നുള്ളതാണത്. ആ ഇക്വേഷൻ ചിലർക്ക് തൽക്കാലത്തേക്ക് പഠിക്കുക. കൈനറ്റിക് തിയറിയിൽ ഓഫ് ഗ്യാസ് 2 കാര്യങ്ങൾ പഠിക്കണ്ടു. എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നും നിങ്ങൾക്ക് ആ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ആഴ്ച ക്ലാസ്സിൽ നോക്കിയാൽ കാണും. ഇനി പ്രഷറിന്റെ ഇക്വേഷൻ പല ഇക്വേഷൻസ് ഉണ്ട്. അതിലെന്താണ്? ജസ്റ്റ് P = 1/3 Nm VRMS സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നോക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ? 5. 5ൽ എത്ര ഏതുണ്ടോ? 3 ഏതുണ്ടോ? ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ 3 ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കണ്ട. പിന്നെ ശരി സംശയം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അതിനകത്ത് ഏതെങ്കിലും കൂടുതലായിട്ട് എഴുതുണ്ടോ അത് അവസാനം എഴുതിയാൽ മതി. ആദ്യം എഴുതണ്ടേ, ആദ്യം എഴുതാൻ നിൽക്കണ്ടേ കേട്ടോ. അപ്പൊ സംശയമുള്ള വേറെ സംശയമുള്ളതെന്ന് പറഞ്ഞൊരു കോളത്തിനാണ് മാറ്റിയത്. എന്നിട്ട് അത് പിന്നീട് നോക്കിയത് സമയം കഴിഞ്ഞാൽ. ഇനി നോക്കോ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 16. 6 മുതൽ 16 വരെ 11 ചോദ്യമുണ്ട്. 6 മുതൽ 16 എത്ര ചോദ്യമുണ്ട്? 11 എത്ര എണ്ണം ഏതുണ്ടോ? 5 എണ്ണം. ഇപ്പൊ ചോയ്സ് കണ്ടോ? അതാ പറഞ്ഞത്. കൃത്യമായിട്ട് ഉള്ള ഫോക്കസ് തന്നെ പഠിച്ചാൽ തന്നെ 100% മാർക്ക് കിട്ടും. അപ്പൊ അതിലേക്ക് ഒന്നാമത്, റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് ഫോളോയിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ആംബിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താ? റേഡിയനും. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയനും. ഓർക്കണേ, ഏതും ചോദിക്കാം, ഇതെന്നെ ചോദിക്കണമെന്നില്ലല്ലോ. അപ്പൊ അക്കാര്യം 6ാമത്തെ. ഓക്കെ, ഇനി 7ാമത്തെ. ഇത് കൃത്യമായിട്ട് ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ഒരു ട്രാവൽ എന്താണുള്ളത്? സർക്കുലർ പാത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഇഫ് ഇറ്റ് ട്രാവൽ ഫ്രം A to B, A നിന്ന് ബിയിലേക്ക്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. പറഞ്ഞില്ലേ, A നിന്ന് ബിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 10. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 10. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയായിരിക്കും? 10 ആണോ അല്ലയോ? അപ്പൊ 10 2 × 10 അല്ലെ. 10 + 10 എത്രയാ? 20. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 20. എന്നാൽ ഇതെന്താ? ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താ? ഇങ്ങനെയാ വന്നത്. അപ്പൊ ഈ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ പകുതി, വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ? 2πr. 2πrന്റെ പകുതിയാണെന്ത്? πr അല്ലെ. പൈയുടെ വാല്യൂ എത്രയാ? 3.14 × 10. 3.14 10 എത്രയാ? 31.4. കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. റെഡിയായോ?
എന്നാ വേറെ എടുത്തേക്കോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ വെദർ വർക്ക് ഡൺ ദ ഫോളോയിങ് കേസ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ. ഞാൻ പറഞ്ഞിട്ടില്ല, വർക്ക് ഡൺ പോസിറ്റീവ് ആകാം, സീറോ ആകാം, നെഗറ്റീവ് ആകാം. കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞതല്ലേ? അപ്പൊ ഓർക്കോ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ പോസിറ്റീവും, ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവും, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4 കേസിലും 4 ഏതാ നോക്കണം. വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും അപ്ലൈ ഫോഴ്സിനെതിരല്ലേ പറഞ്ഞിട്ടില്ലേ? അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കൈ മുന്നോട്ടേക്ക് ഉരസുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പുറകോട്ടേക്കായിരിക്കും. ആണല്ലോ? നേരെ നമ്മളെ മുന്നോട്ട് അതിന്റെ എതിരായിരിക്കും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നല്ലത്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്താ ഇവിടെ നിന്നായിരിക്കും? വർക്ക് ബൈ ദ ഫ്രിക്ഷൻ എപ്പോഴും അല്ലേ? ഓർത്തോ, വർക്ക് ബൈ ദ ഫ്രിക്ഷൻ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി വർക്ക് ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും? അത് പോസിറ്റീവ്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട്, ഫസ്റ്റ് മൂവ് ചെയ്യുന്നതും താഴോട്ട്, ഒരേ ഡയറക്ഷൻ, പോസിറ്റീവ്. ഇനി അടുത്ത കേസിലോ, വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിങ് ലോഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് വാക്ക് അലോങ് ദ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ? അപ്പൊ നോക്കോ, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? പെർപെൻഡിക്കുലർ. അപ്പൊ 90 ഡിഗ്രി. അപ്പൊ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലെയിൻ റോഡിൽ കൂടി നടക്കുമ്പോൾ നിനക്കാൾ ക്ഷീണമായിരിക്കും എന്താ ഒരു കയറ്റം കയറുമ്പോൾ എന്ന് പറഞ്ഞത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഈസ് K. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇതാ കീ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എങ്ങനെ? ഹാഫ് mv² എന്നാണ്. അപ്പൊ വെലോസിറ്റി ഡബിൾ ആയി. v എന്നുള്ള എന്തായി? 2v എന്നായി. v എന്നുള്ള എന്തായി മാറി? 2v. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? നിങ്ങളെ കീഴിൽ നോക്കണം. അപ്പൊ കീഴിൽ നോക്കിയാൽ അറിയാം. v എന്നുള്ള എന്തായി മാറി? 2v എന്നായി. അപ്പൊ v² പകരം 2v². 2ന്റെ സ്ക്വയർ വരും 4. തിരിഞ്ഞോ? അപ്പൊ 4 ഹാഫ് mv² കിട്ടും. ആണോ ഇല്ലയോ? തിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ കുറെ തിരിയില്ല. അപ്പൊ നോക്കി എഴുതിച്ചോ. അതുകൊണ്ടാ പറഞ്ഞത്. ഹാഫ് mv² പകരം എന്താണത്? വിക്ക് പകരം 2v എന്നാ എന്താ? അപ്പൊ 2vന്റെ സ്ക്വയർ. അപ്പൊ 2vന്റെ സ്ക്വയർ വിക്കും സ്ക്വയർ, 2നും സ്ക്വയർ. അപ്പൊ 4v² വരും. അപ്പൊ 4 ഹാഫ് mv² എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം കൂടും എന്നാ പറഞ്ഞത്. 4 പ്രാവശ്യം കൂടും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഡയറക്റ്റ് അല്ലേ? സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഏതാനാണ്? applied force is directly proportional to product of their masses and inversely proportional to the square of the distance between them എന്ന് പറഞ്ഞിട്ടില്ലേ? ആ സാധനം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി 11ാമത്തെ നോക്ക്. 11ാമത്തെ ചിത്രം. അതിനെന്ന് പറഞ്ഞാൽ നെയിം ദ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ അല്ലെ? ഇങ്ങനെ വന്നാൽ സ്ട്രെയിൻ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഏത് സ്ട്രെയിനാ? ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെ? അതിന്റെ ആംഗിൾ, അതിന്റെ ഇക്വേഷൻ θ=Δx/L എന്നുള്ള ആ ഇക്വേഷൻ എഴുതണം. ആ ചിത്രം നോക്ക്. θ=Δx/L കാണുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കൂട്ടർക്ക് ക്ലാസ് തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. 12ാമത്. വാട്ട് ഈസ് മോഡുലസ് ഓഫ് വെലോസിറ്റി? എന്താ മോഡുലസ് ഓഫ് വെലോസിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? 3 മോഡുലസ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. അതിന്റെ പറഞ്ഞ പേരാണെന്ത്? മോഡുലസ് ഓഫ് വെലോസിറ്റി. അത് ഹുക്സ് ലോ ആണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ എന്താ? പാസ്കൽ എന്നും കൂടി പറയാം. അറിയാലോ? ഇനി അടുത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ആംഗുലർ മൊമെന്റം ഉണ്ട്, ലീനിയർ മൊമെന്റം ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം എന്ന് പറയുന്നത് എന്താ? മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. അല്ലെങ്കിൽ if external force is 0, total momentum remain constant. ഇങ്ങനെയാ പറഞ്ഞത്. അതാണ് എളുപ്പം. എന്നാൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് if external torque is 0. എന്താണ്? if 15ലേക്ക് എത്തിപ്പോയില്ലേ പെട്ടെന്ന്? 12 പറഞ്ഞിട്ടില്ലല്ലോ. 13.
അപ്പൊ ഇതൊരു പ്രോബ്ലമാണ്. 13 കണ്ടോ? 13 കണ്ടോ? അപ്പൊ ഹീറ്റ് എഞ്ചിനായിട്ട് അവസാനത്തിൽ ബന്ധപ്പെട്ടതാണിത്. അപ്പൊ 13 എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 എന്നതാണ്. അപ്പൊ ഇവിടെ T2 എന്ന് പറഞ്ഞാൽ T2 എന്ന് പറഞ്ഞത് T1 അല്ല, T1 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ. അതാണ് T2/T1. T2യുടെ വാല്യൂ 273, T1ന്റെ വാല്യൂ എത്രയാ? 373. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലാസ് കണ്ടോളിക്ക് അറിയാം. ഹീറ്റ് എഞ്ചിന്റെ 3 ഭാഗങ്ങളുണ്ട്. ഹോട്ട് സോഴ്സ്, പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ്, എന്താ സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ വർക്കിംഗ് സബ്സ്റ്റൻസ് അതാണ് W, ഹോട്ട് സോഴ്സ് ആണ് 373, അതാണ് T1. അതാണ് കേസ് T1 ഇവിടെ. അപ്പൊ T1 എപ്പോഴും എന്തായിരിക്കും? കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. അത് വെച്ചുള്ള പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം നിങ്ങൾ നോക്കി നോക്കുക. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചോ. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. അത് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. 14 ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് എന്നതാണ്. അപ്പൊ 4 തെർമോഡൈനാമിക് പ്രോസസ് ഉണ്ട്. നിങ്ങളെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വീഡിയോ കേട്ടിട്ടുണ്ടോ? 4 തെർമോഡൈനാമിക് പ്രോസസ് ഇല്ല. ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ് അല്ലേ? ഇങ്ങനെ ഐസോ അഡേ എന്നുള്ളത്. ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ ഉണ്ടോ? 3 എണ്ണം. ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ 3 എണ്ണം. ഒന്നും കണ്ട അഡയബാറ്റിക്. ഈ 4 പ്രോസസ്സാണത്. ആ 4 പ്രോസസ്സും എന്താണെന്നുള്ളതാണ്. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെന്ന് അർത്ഥം. ഐസോ, അപ്പൊ ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെ? ഐസോബാർ പ്രഷറിന്റെ യൂണിറ്റ് ആണ് എന്ത്? ബാർ. അപ്പൊ ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? പ്രഷർ. ഇനി ഒന്നുകൊണ്ടാ ഐസോകോറിക് എന്ന വോളിയം. അപ്പൊ നമുക്ക് തെർമോഡൈനാമിക്സിൽ പ്രധാനമായിട്ടും 4 വേരിയബിൾസ് ആണത്. ഒന്ന് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, പിന്നെ എനർജി. അപ്പൊ അതിൽ പ്രഷർ പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വോളിയം. അപ്പൊ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആയ പ്രോസസ്സിന് പറഞ്ഞ പേരാണിത് ഐസോകോറിക് പ്രോസസ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പാത്രം അടച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പാത്രം അടച്ചു വെച്ചാൽ വോളിയം മാറുമോ? വോളിയം മാറുമോ? ഇല്ല. എന്നാ പാത്രം തുറന്നു വെച്ചാലോ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പാത്രം അടച്ചു വെക്കണം എന്ന് പറഞ്ഞ ഐസോകോറിക് പ്രോസസ് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ അവിടെ 0 ആയിരിക്കും. വർക്ക് ഡൺ ഏതായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വർക്ക് ഡൺ വർക്ക് ഡണിന്റെ 3 ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഓർമ്മ ഉള്ളതെന്ന് പറയാ? വർക്ക് ഡണിന്റെ 3 ഇക്വേഷൻ നിങ്ങൾ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. കോറിക് പ്രോസസ് എന്ത് വർക്ക് മാറുന്നില്ല? വോളിയം മാറുന്നില്ല. അപ്പൊ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. അപ്പൊ പി വി, വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ പി ഇൻറ്റു 0 എന്തായിരിക്കും? 0. അപ്പൊ ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ് ആ ഇക്വേഷൻ. എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. നിങ്ങൾ അതിന്റെ കീ അയച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്ത് 15ാമത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിന്റെ സ്ഥിരം അല്ലെ? ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, ആംഗുലർ മൊമെന്റം റിമെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പൊ അത് ആംഗുലർ മൊമെന്റത്തിന്, മറ്റേ ലീനിയർ മൊമെന്റത്തിനാണെങ്കിൽ ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പൊ ടോർക്കും ഫോഴ്സും തമ്മിലുള്ള ബന്ധമാണ് അവിടെ ഉള്ളത്. 15 കഴിഞ്ഞു. ഇനി അടുത്തത് 16ാമത്. ഇതൊരു പ്രോബ്ലം ആണ്. ഇത് നമ്മൾ മാത്തമാറ്റിക്കല് വരുന്നതാണ്. ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പറയാൻ കുറച്ച് മാത്തമാറ്റിക്കൽ ക്ലാസ് വേണം. അതേസരി ഇത് എന്ത് കണ്ടതാണ്? ഫോഴ്സ് എന്ത് കാണാനാ പറഞ്ഞത്? ടോർക്കാണ് പറഞ്ഞത്. ഇപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞത് F ക്രോസ് S ആണ്. അതിന് ഡോട്ടും ചോദിക്കാം. ഡോട്ട് ആണെങ്കിൽ ഒന്നുമില്ല. ഐക്ക് ഇവിടെ എത്രയുള്ളത്? ഐന്റെ ഇവിടെ എത്രയുള്ളത്? 7. ജേക്കോ 3. കേക്കോ -5. -5 ആണ്. അപ്പൊ ഇവിടെ ഐക്ക് ഇവിടെ എത്രയുള്ളത്? 1. ജേക്കോ -1.
കെക്ക് 1. അപ്പൊ ഐ ഡോട്ട് ഇത് എഫ് ഡോട്ട് എസ് ആണ് കാണുന്നതെങ്കിൽ ഐന്റെ മൾട്ടിപ്ലൈ 7 × 1 7, 3 × 1 നെഗറ്റീവ് ഉള്ളത് -3, -5 × 1 -5, അങ്ങനെ വരിക. അത് എളുപ്പത്തിൽ ഡോട്ട് കാണാൻ, ക്രോസ് കാണാൻ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്താണത്? വെക്ടർ പ്രൊഡക്റ്റ് കാണുന്നത് കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് ഞാൻ പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ല, ശരിക്ക് ഞാൻ ക്ലാസ് എടുക്കണം, എന്നാലേ അറിയുള്ളൂ. 16. ഇനി നോക്കോ, ഇനി ഇതിൽ ഏതെങ്കിലും 11 എത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ? 5. അപ്പൊ ആദ്യം 5 ടിക്ക് ചെയ്താൽ മതി. 5 എന്തായാലും കിട്ടൂല കാണുന്നില്ലേ. ഇനി അടുത്ത നോക്കോ, എത്ര ഉണ്ടായതുകൊണ്ട് ഇനി ആൻസർ ഇനി 4. എത്രയിൽ നിന്ന് 17 മുതൽ 24 വരെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8ന്റെ അകത്ത് നിന്ന് എത്ര എഴുതണ്ടോ? 4 എണ്ണം. അപ്പൊ ആദ്യം നോക്കണം 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് ഗിവൺ ഇക്വേഷൻ y is equal to the s is equal to ut plus half at square എന്നാണ്. യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻ ചെക്ക് ദ ഇക്വേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. s is equal to ut plus half at square എന്നല്ലേ? ആണോ ഇല്ലയോ? അപ്പൊ ut plus half at square പോലെ തന്നെ ഉള്ളത് പ്ലസ് ഓർ മൈനസ് അല്ലേ? അപ്പൊ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയത്? 3 മാർക്കിന്റെ. ഇത് ശരിയോ തെറ്റോ എന്നാ ചോദിക്കുന്നത് ചോദ്യം. ദ ഡിസ്റ്റൻസ് അല്ലേ, യൂസിംഗ് ദ ചെക്ക് ദ കറക്റ്റ് ഇക്വേഷൻ. ഇത് ശരിയെന്ന് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടി. ശരിയെന്ന് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടി. ഇനി ബാക്കി എത്രന്റെ കുറവേ ഉള്ളൂ? 2. അപ്പൊ ഇതിൽ ഓരോന്നും ഡയമെൻഷൻ എഴുതണം. ഡയമെൻഷന്റെ പാഠത്തിൽ ഉള്ളതാണിത്, ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് അല്ലെ? വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അതാണ് വെലോസിറ്റി ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈമും, സ്പീഡ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈമും. കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, ഓരോ മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത ഗ്രാഫ് വരക്കാണ്. ഡ്രോ ദ പൊസിഷനിങ് ഗ്രാഫ് ബോഡി ഹാവിംഗ് 0 ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറുന്നില്ല ആണല്ലോ. എന്ത് മാറാതെ? പൊസിഷൻ ടൈം ഗ്രാഫ്. ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിംഗ് 0 ആക്സിലറേഷൻ. ഇതൊരു അപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ, ശ്രദ്ധിച്ചോളെ. ഡ്രോ എന്ത് ഗ്രാഫ് വരക്കാൻ പറഞ്ഞത്? പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കണം. അപ്പൊ ഒരു ഗ്രാഫ് വേഗം വരച്ചിട്ട് എന്ത് ചെയ്യുക? എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പൊസിഷൻ എഴുതുക. ഓഫ് ബോഡി ഹാവിംഗ് 0 ആക്സിലറേഷൻ എന്നാ പറഞ്ഞത്. അപ്പൊ 0 ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം വെലോസിറ്റി. അപ്പൊ യൂണിഫോം വെലോസിറ്റി ഉള്ള അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി കേട്ടോ. ഇനി ട്രൂ ഓർ ഫാൾസ് എന്നാണ്. ഇതൊന്നും അറിയില്ലെങ്കിൽ കുറെ ട്രൂ ഫാൾസ് അങ്ങനെ അടിച്ചൂടെ? അത് ചെയ്തൂടെ? കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഒരിക്കലും ഇല്ല, അത് തെറ്റാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്തില്ല? ഡിപ്പെൻഡ്സ് ഓൺ അല്ലേ? വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് 10 മീറ്റർ പെർ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവിന്റെ കൈനറ്റിക് ഇതും അതായത് 20 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഒന്നിനായിരിക്കും. വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് ഉത്തരം എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ശരിയാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നോർമൽ റിയാക്ഷൻ. അതിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ 2 ശരിയുണ്ട്, ഒരു തെറ്റുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നുമില്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് എന്നുള്ള എന്തെങ്കിലും വെച്ചടിച്ച് വെച്ചാൽ ചിലപ്പോൾ ശരിയായി കിട്ടിയെന്ന് വരും കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അറിയാലോ, യൂസിംഗ് ദ ഡിറൈവ് ദ ഇക്വേഷൻ F is equal to ma എന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നുമില്ല, ഇത് F is equal to ma എന്ന് എഴുതിയാൽ തന്നെ എന്ത് കിട്ടുന്ന മാർക്ക് കിട്ടും? 1 മാർക്ക് കിട്ടും. F is equal to ma എന്ന് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. ഇനി അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? എന്താ? വാട്ട് ഈസ് റൊട്ടേഷൻ അല്ലാതെ ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ അല്ലെ? ഫോഴ്സിന്റെ അല്ലെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ അതേ സാധനം എന്താ? ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോർക്ക് എന്ന് എഴുതി വെച്ചാൽ മതി. രണ്ടാമത് എന്താ?
ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് എ ഡോർ, ഓപ്പൺ എ ഡോർ അപ്ലൈയിങ് ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ്. വൈ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഡോർ അടക്കുമ്പോൾ വിജാഗിരിന്റെ അരിയത്ത് വെച്ചിട്ട് അടക്കാനോ എളുപ്പം, അതോ അങ്ങേ അറ്റത്ത് വെച്ചിട്ട് അടക്കാനാണോ എളുപ്പം? ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ വിജാഗിരി. ആ ഫോഴ്സും ടോർക്കും തമ്മിലുള്ള ബന്ധമാണത്. അത് ഉണ്ട് അകലം, അതിന് എളുപ്പം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എഴുതി ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് മാത്രം എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും അവിടെ. അപ്പൊ എഫ് കൂടിയ എന്നുള്ളത് 6 കുറഞ്ഞാൽ എഫ് കൂടുന്നു, 6 കൂടിയാൽ എഫ് കുറയുന്നു മാത്രം എഴുതിയാൽ മതി. അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യയായിട്ട് ബന്ധപ്പെട്ടതാണത് 22ാമത്തെ ക്വസ്റ്റ്യൻ. മൊമെന്റ് ഓഫ് ഇനർഷ്യ റേഡിയസ് ഓഫ് ഗൈറേഷൻ mk² എന്നാണ്. അപ്പൊ k² വാല്യൂ r²/2 എന്നുള്ളതാണ്. അത് കമ്പാരിസൺ ആണ്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി പഠിക്കുക. ഇനി എല്ലാം പഠിക്കണമെന്നില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ്. ഇതിന്റെ പുറത്തുള്ളതാണ്. ഫോക്കസിനെ കുറച്ച് പുറത്ത് ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കറങ്ങാൻ ഉള്ളതായ വെലോസിറ്റി. ആ വെലോസിറ്റിക്ക് പറഞ്ഞ പേരാണത് ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ. ദ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. അപ്പൊ ചന്ദ്രന്റെ സ്പീഡിനെ പറഞ്ഞ പേരാണത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിഫൈൻ ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ v is equal to square root of gm/r+h എന്നുള്ളത് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല. അത് ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് കുറച്ച് പുറത്ത് ചോദിക്കും, പേടിക്കണ്ട. അടുത്തത് റൈറ്റ് 2 പോസിറ്റീവ് ഓഫ് കൈൻഡ് തിയറി. ഇതെല്ലാവരും പഠിച്ചോളെ. കൈൻഡ് തിയറി ഓഫ് ഗ്യാസസിന്റെ അകത്ത് ഓൾ പാർട്ടിക്കിൾ ഇൻ എ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അത് മാത്രം എഴുതിയാൽ 1 മാർക്ക് കിട്ടി. എല്ലാവരും പഠിച്ചോ. ഓൾ പാർട്ടിക്കിൾസ് ഇൻ എ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ദർ കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് കൊളിഷൻ. ഈ 2 പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. All the particles in a gas molecules are in random motion and the collision between the particles is in elastic collision. ഈ 2 പോയിന്റ് മാത്രമേ 2 മാർക്ക് കിട്ടൂ. ഇനി റൈറ്റ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. ആ ഇക്വേഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. K is directly proportional to T. ഇനി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി is equal to 3/2 RT by NA, അവഗഡ്രോ നമ്പർ എന്നുള്ളതാണ് കേട്ടോ. അതിന് അല്ലെങ്കിൽ 3/2 kBT ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ആ ഇക്വേഷനും കൂടി പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള അടിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എത്ര മാർക്കിൻ്റെതാ? 5 മാർക്കിൻ്റെതാണ്. 4 മാർക്കിൻ്റെത്. 4 മാർക്കിന്റെ 25 മുതൽ 35 വരെ 11 ക്വസ്റ്റ്യൻ ഉണ്ട്. 11 ക്വസ്റ്റ്യനകത്ത് എത്ര എഴുതണ്ടോ? 5 എണ്ണം എഴുതണ്ടോ? 5 എണ്ണം. പാരലോഗ്രാം പറഞ്ഞിട്ടുണ്ടല്ലോ. റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് റിസൾട്ട് r is equal to കൃത്യമായിട്ട് ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? r is equal to square root of a square plus b square plus 2ab cos theta എന്നുള്ളത്. ഇത് ആദ്യം റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ r. അപ്പോൾ r ന്റെ വെക്ടർ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ആദ്യം r is equal to square root of a square plus b square plus 2ab cos theta. ഇനി pq ആണെങ്കിൽ p square plus q square plus 2pq cos theta എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത ഇതൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. a square plus b square, അതായത് 2 forces a and b are magnitude 6 Newton and 8 Newton are acting perpendicular എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ആംഗിൾ 90 ഡിഗ്രി അല്ലെ. എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണ സ്ക്വയർ തന്നെയാണ്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. 8ന്റെ സ്ക്വയറോ 64. 64ഉം 36ഉം കൂട്ടി എത്രയാ? 100. 100ന്റെ റൂട്ട് എത്രയാ? 10. അങ്ങനെയാ വന്നിരിക്കുന്നത് കേട്ടോ. അത് അങ്ങനെ എഴുതിയാൽ തന്നെ ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. ആ ഒരു ഇക്വേഷൻ മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനി അടുത്ത നോക്കിക്കോ. 26ാമത്തെ ക്വസ്റ്റ്യൻ. A projectile is projected with a velocity v0 എന്നാണ് ഇനിഷ്യൽ വെലോസിറ്റി u ആണത്. മേക്കിംഗ് an angle theta with the horizontal. Derive the equation for maximum height അല്ലേ. h is equal to u square sin square theta divided by 2g എന്ന് പറഞ്ഞിട്ടില്ലേ. h is equal to u square sin square theta divided by 2g. v0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി തന്നെയാണ് പറഞ്ഞിട്ടില്ലേ. ഡിറൈവ് ചെയ്ത 3 ഇക്വേഷൻ ഉണ്ട്. h ന്റെ ഇക്വേഷൻ ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to 2u sin theta by g. കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് തന്നെ എടുത്താണ്. അത് നോക്കിയാൽ 3 ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കും ഉറപ്പാണ്. നിങ്ങൾ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഉറപ്പാണ്. ആ 3 ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ഓരോ മാർക്ക് കിട്ടും. അപ്പൊ ഇതിൽ എച്ചിന്റെ ഇക്വേഷൻ 1 മാർക്ക് കിട്ടും. ടിന്റെ ഇക്വേഷൻ കിട്ടും. അതിന്റെ റേഞ്ച് ആറിന്റെ ഇക്വേഷൻ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ r is equal to
യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. ആ 3 ഇക്വേഷനും കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എച്ച് ആണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g എന്നും, ആർ ആണെങ്കിൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി എന്നും, ഇനി ടി ആണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി അല്ലേ. ആ 3 ഇക്വേഷനും എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കണം. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫൈൻ ഇമ്പൾസീവ് ഫോഴ്സ്, ഗിവ് എൻ എക്സാമ്പിൾ അല്ലെ. ഇമ്പൾസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മേശക്ക് വലിയൊരു ഒച്ച ഉണ്ടാക്കുന്ന സാധനം തന്നെ വലിയ കടുപ്പത്തിലുള്ളൊരു ഫോഴ്സ് കൊടുക്കുന്നത്. എ സ്മോൾ ഫോഴ്സ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ എ സ്മോൾ ടൈം. ഇമ്പൾസ് കൃത്യമായിട്ട് പറഞ്ഞതാണ്, അതാണ് ഇമ്പൾസ്. അതിന് എക്സാമ്പിൾ ഒരുപാടുണ്ട്. ഒരു മേശക്ക് അടിക്കുന്നത് പറയാ, ക്രിക്കറ്റ് ബോൾ കൊണ്ട് ബാറ്റ് ചെയ്യുന്ന പറയാ, ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്ന പറയാ, ഒക്കെ പറയാം കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നോക്കുന്നത്, എ ബാറ്റ്സ്മാൻ ഹിറ്റ് ball straight in direction of the bowler without changing its initial speed. If the mass of the ball is 0.15 kilogram, determine the impulse. അപ്പോൾ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അതാ ഏറ്റവും എളുപ്പം. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം കണ്ടുപിടിക്കാനുള്ള കാരണമില്ല. അതാണ് ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ശരിക്കും മൊമെന്റം ഇവിടെ മാസ് ഓഫ് ദ ബോൾ, മൊമെന്റം എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി mv. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബൗളറിലേക്ക് വരുന്ന ബോളിന്റെ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ബൗളറിലേക്ക് അങ്ങോട്ടേക്ക് വന്ന വെലോസിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്നാൽ പ്ലസ് ആയി മാറും. 12 + 12 വെലോസിറ്റി 12 പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും നെഗറ്റീവ് 12 ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി? 12 + 12 24 കിട്ടും. അപ്പൊ 24 ഇൻറ്റു മാസ് എത്രയാണ്? 0.15. 24 × 0.15 എന്നിട്ട് 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടി. അതാണത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പറഞ്ഞിട്ടില്ലേ, എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. ദ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ് എന്നുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അതാണെന്ത്. പിന്നെ അതിന്റെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ചിത്രം, ആ ചിത്രം വരച്ചിട്ട് 3 ABC പോയിന്റ് പറയാ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത്. ഇതൊക്കെ എഴുതി പെടേണ്ടതാണ്. പക്ഷെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ക്ലാസ് അതിന്റെ ഇത് അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് നോട്ട് തന്നത്. അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി 29ാമത്തത്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് ½ kx² എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നിങ്ങളെ ഈ ബുക്കിലുണ്ട്, ഒന്ന് കണ്ടുപിടിക്കുക. ½ kx². അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ 29ാമത്തതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ½ kx². പക്ഷെ രണ്ടാമത്തെ പറഞ്ഞു നോക്ക്, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്പ്രിംഗ്. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ കേസിലുള്ള ഒരു ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യു പോലത്തെ ഇതാണ്. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ കേസ് ഓഫ് എ സ്പ്രിംഗ് ഒബെയിങ് ഹുക്സ് ലോ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തത്, റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആൻഡ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റി. അപ്പൊ ജിയും G = gm/r² എന്നുള്ള ഇക്വേഷൻ അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉണ്ടാക്കുന്നോ പറഞ്ഞു തന്നിട്ടുണ്ട്. G = gm/r². ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി വിത്ത് ദ ഡെപ്ത്. ഇപ്പൊ ചോദിച്ച ഡെപ്ത് ആണ് ഹൈറ്റ് രണ്ടും ഉണ്ട് കേട്ടോ. G' = G ഇൻറ്റു ഇക്വേഷൻ ആണല്ലേ, G × 1 - d/r എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്താ 1 - 2h/r എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? 1 - 2h/r എന്നുള്ള സ്പെഷ്യൽ ഇക്വേഷൻ. ഇനി അല്ലെങ്കിൽ r + h² എന്നുള്ളത്, r/r + h² എന്നുള്ള ഇക്വേഷൻ. അതാണിത് ഈ കേസ്. ഇനി 3ാമത്തത്, സ്റ്റേറ്റ് പാസ്കൽ ലോ. ആ FHWന്റെ ക്ലാസ്സിന് വന്നവർക്ക് അറിയാൻ പറ്റും. പറഞ്ഞു തന്നിട്ടില്ലേ പാസ്കൽ ലോ? ആ പാസ്കലിന്റെ 2 ലോ ഉണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞേ? പാസ്കൽ ഓക്കെ. രണ്ടാമത്തത് ഒരേ ലെവലിൽ ഉണ്ടാകുന്ന പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും. കൂടുതലായിട്ട് പ്രഷർ ലിക്വിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ചിത്രം. ഓർക്കുന്നില്ലേ? ആ ചിത്രം ഒന്ന് വരച്ചാൽ മതി. ഓർത്തോ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇങ്ങനത്തെ പ്രോബ്ലം ചോദിച്ചാൽ പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞെങ്കിൽ ആ ചിത്രമെങ്കിലും അവിടെ വരച്ചാൽ മതി. അപ്പൊ 2 മാർക്ക് കിട്ടും. ഓർത്തോളെ,
ആ ചിത്രങ്ങൾ, കാരണം നിങ്ങൾ ഓഫ്ലൈനിലുള്ള പരീക്ഷയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് കിട്ടും. അതുകൊണ്ട് എന്താണോ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എഴുതുക. അപ്പോൾ 1-2 മാർക്ക് കിട്ടും. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ 100% പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതകളാണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊന്നുമില്ല, ടോട്ടൽ എനർജി റിമെയിൻ കോൺസ്റ്റന്റ് എന്നാണ്. ടോട്ടൽ എനർജി റിമെയിൻ കോൺസ്റ്റന്റ്. അത് FHWക്കാർക്ക് ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ടോട്ടൽ എനർജി റിമെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഒരുപാട് ബന്ധപ്പെട്ട ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതാണ് ഈ ബെർണോളിസ് തിയറം. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ബെർണോളിസ് തിയറവും അതുപോലെ തന്നെ കാർനോട്ട്സ് എഞ്ചിനും പിന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യം ഉറപ്പാണ്. ബെർണോളിസ് തിയറം, കാർനോട്ട്സ് എഞ്ചിന്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇനി അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ആ തെർമോമീറ്റർ ഉള്ളത് ഇത് ഫോക്കസ് ഏരിയയൊക്കെ പുറത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു ഗ്രാഫാണ്. സാധാരണ സ്ഥിതിയിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടുകയോ ചെയ്യാം. എന്നാൽ വെള്ളത്തിന് അങ്ങനെയല്ല. ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം എന്ത് ചെയ്യും? കുറയും. ഏതുവരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടത്. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ വോളിയം എന്ത് ചെയ്യും? കൂടും. സാധാരണ എപ്പോഴും ലിക്വിഡിനെ ചൂടാക്കിയാൽ വോളിയം കൂടുകയോ ചെയ്യാം. എന്നാൽ വെള്ളത്തിന് അങ്ങനെയല്ല. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ വോളിയം കുറയും. ഏത് ഡിഗ്രി വരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. പിന്നെ 4 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ തന്നെ. എന്നാൽ എല്ലാ ലിക്വിഡും വെള്ളത്തിന്റെ ഒരേപോലെയാണോ? സാധാരണ എല്ലാ ലിക്വിഡും ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടും. പക്ഷെ വെള്ളത്തിന് അങ്ങനെയല്ല. എന്താ സംഭവിക്കുക? 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുക 4 ഡിഗ്രി സെൽഷ്യസിന്. ആ ടെമ്പറേച്ചർ ചോദിക്കുവേ, ചിലപ്പോൾ ചോദിക്കും ഡെൻസിറ്റി ഫോർ എ വാട്ടർ ഇസ് മാക്സിമം അറ്റ് ഡാഷ് ടെമ്പറേച്ചർ. എത്രയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത്. ലാറ്റന്റ് ഹീറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്തത് with the help of diagram equation the period of simple pendulum. Simple pendulum equation T is equal to 2 pi into root of L by G എന്നുള്ള ഇക്വേഷൻ ഡെറൈവ് ആണ്. അത് എങ്ങനെയാണ് പഠിച്ചു വെച്ചത്? T is equal to 2 pi into root of L by G. അത് ഓസിലേഷന്റെ പാഠത്തിൽ വരുന്നതാണത്. ഓസിലേഷന്റെ പാഠത്തിൽ വരുന്നതാണത്. ഇനി ഒരു വേവ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ പറയുന്നതാണ് 35ാമത്തത്. വേവ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ പറയുന്നതാണത്. എ ട്രാവലിംഗ് വേവ് is described y of x is equal to 0.005 sin 8t x minus 3.0 t in which numerical constant in SI 0.05 meter 8 radian per meter 3 radian per second. Calculate ഒന്ന് ആംപ്ലിറ്റ്യൂഡ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണിത്. അപ്പൊ ഇതൊരു വേവിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ആ വേവിന്റെ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി. x is equal to a sin kx minus omega t. a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ഇതാണ് a. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല, എഴുതി കാണിക്കേണ്ടതാണ്. നിങ്ങൾ ആ വേവ്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ അയച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് കാണുക, അപ്പൊ കിട്ടും. നോക്കി ഇതിലൊന്നും മതി. ഇനി അടുത്ത നോക്കി ഇത് എത്രയുള്ളത്? 36 മുതൽ 40 വരെ. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 5. അപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിന്റെ ഉണ്ട്, 4 മാർക്കിന്റെ 5 മാർക്കിനുണ്ട്. അപ്പൊ 5 തരം ക്വസ്റ്റ്യൻ ഉണ്ട്. 5 തരം ക്വസ്റ്റ്യൻ ഡബിൾ ചോയ്സ് ഉണ്ട് അല്ലെ. 36 മുതൽ 40 വരെ എന്ന് പറഞ്ഞ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 എത്ര ഏതുണ്ടോ? 3 എണ്ണം. അപ്പൊ നോക്കിക്കോളെ കൃത്യമായിട്ട്. അപ്പൊ 3 എണ്ണം ഞാൻ 2 എണ്ണം ഒഴിവാക്കിയതില് ഇതില് ഈ പാഠം കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞു തന്നല്ലേ 37ാമത്തത്. അതേതായാലോ. അപ്പൊ അങ്ങനെ ചോദ്യം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആദ്യം 36ാമത്തെ നോക്കുക എന്താ? സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ. പറഞ്ഞല്ലേ ഇടത് ഭാഗത്തെ ഡയമെൻഷനും വലതു ഭാഗത്തെ ഡയമെൻഷനും തുല്യമായിരിക്കണം എന്ന് പറയുന്നത്. അതാണിത്. ഇത് കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞില്ലേ. കൈനറ്റിക് എനർജി കെ ഓഫ് എ ബോഡി ഡിപെൻഡ് അപ്പോൺ ദ മാസ്, വെലോസിറ്റി ആൻഡ് യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഡിറൈവ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കൈനറ്റിക് ഇക്വേഷൻ എന്താ? K is equal to half mv square. നേരത്തെ 1 മാർക്കായി ഇവിടെ ഇതില്.
അപ്പൊ എം എന്ന് പറഞ്ഞാൽ മാസ്, എം ബി എൽ ടി മൈനസ് 1, ഡയമെൻഷൻ ഓഫ് ബി എൽ ടി മൈനസ് 1, 1 മാർക്ക് 2 മാർക്ക് കിട്ടി, 1 മാർക്കേ നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അറിയാവുന്ന ഭാഗങ്ങൾ എഴുതണം. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ദ പൊസിഷൻ ഡയഗ്രാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡിസ്കോ ഡിറൈവ് ചെയ്യാൻ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡിസ്കോ അറിയാലോ, ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം. അത് ഡിറൈവ് ചെയ്താൽ മതി, 3 മാർക്കായി. പിന്നെ ഈ പ്രോബ്ലം ചെയ്യാം, 2 മാർക്കായി. ബുദ്ധിമുട്ടുണ്ടോ? ദ വെലോസിറ്റി ഓഫ് ദ ബോഡി കിലോ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന ഏരിയ. ഈ ത്രികോണത്തിന്റെ ഏരിയ കാണുക, ചതുരത്തിന്റെ ഏരിയ കാണുക, ഇതിന്റെ ഏരിയ കാണുക. ഏതാ പറഞ്ഞത്? 5 മുതൽ 15 സെക്കൻഡ് വരെയാണ്. ഇതല്ലേ 5, ഇതല്ലേ 15. അപ്പൊ ഈ ഏരിയ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ 0 to 20 എന്ന് പറഞ്ഞാൽ 3 കാണണ്ടോ? കാണാൻ പറഞ്ഞ ഏത് മാത്രമാണ്? 5. അപ്പൊ 5 to 15 ഷേപ്പ് എന്താ? 5 to 15 ഷേപ്പ് എന്താ? അല്ല, ഇതില് എല്ലാം കാണണോ? ഇത് ട്രയാങ്കിൾ 0 to 5 ട്രയാങ്കിള്, 5 to 15 റെക്ടാങ്കിള്, 15 to 20 ട്രയാങ്കിള്. ഇതിൽ ഏത് മാത്രമേ കാണണ്ടൂ ചോദ്യത്തില്? ഈ റെക്ടാങ്കിൾ മാത്രം. ഇപ്പൊ എന്താ നീളം ഇൻറ്റു വീതി. ഇവിടെ എത്രയാ? 15, 5. 15ന്റെ 5 കുറച്ചാ എത്രയാ? 10. ഇത് എത്രയാ? 20. അപ്പൊ 20 × 10 എത്രയാ? 200. ഇതിന്റെ 200 എന്താണ്? 0 to 5 കാണാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ കാണണം? ഹാഫ് ബി എച്ച്. 15 to 20 കാണാൻ പറഞ്ഞാലോ ഹാഫ് ബി എച്ച്. ബി എന്തായിരിക്കും? 20 - 15. എച്ച് എത്ര? 20. ഇവിടെയാണെങ്കിലോ? അപ്പൊ ക്വസ്റ്റ്യൻ നോക്കണം ഏതാ കാണാൻ പറഞ്ഞെന്നുള്ളത്. വെറും ഇത് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 37ാമത്തെ. ഇനി 38ാമത്തെ നോക്ക്. 32ാമത്തെ എന്താ? A car of mass m is moving with a speed v along the banked road of radius r. Draw the diagram showing the forces acting on the car. അപ്പൊ ഒപ്റ്റിമം സ്പീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേനോ? ക്ലാസ് പറഞ്ഞിട്ടില്ലേനോ? ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഒന്നുമില്ലെങ്കിൽ ആ ചിത്രം വരച്ച് വെച്ചാൽ അതിന്റെ മാർക്ക് കിട്ടും. ആ ചിത്രമെങ്കിലും അവിടെ വരച്ച് വെക്കുക. 38ാമത്തത്. ഇനി 39ാമത് നോക്കോ. 2 തിയറം ഉണ്ട്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഈ 2 തിയറും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചാൽ അത് ചോദിക്കുന്നത് ഉറപ്പാണ്. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് അത് തന്നിരിക്കുന്നത്. പാരലൽ ആക്സിസും പെർപെൻഡിക്കുലർ ആക്സിസും തമ്മിലുള്ള പ്രോബ്ലമാണത്. ആ പ്രോബ്ലം നീ ഒന്ന് നോക്കുക. ജസ്റ്റ് ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ നിങ്ങൾ പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും 2 ഇവിടെ എഴുതിച്ചാൽ മതി. ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. തിരിഞ്ഞോ? ഇതാണ് ചോദിക്കുന്നെങ്കിൽ പാരലൽ ആക്സിസ് തിയറം പറയാം. അപ്പൊ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഞാൻ ഒന്നും കൂടി പറയാം. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ടെണ്ണമായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നോട്ട് ചെയ്ത് വെച്ചോ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഹീറ്റ് എഞ്ചിൻ. ഇനി പ്രൊജക്ടൈൽ മോഷനിൽ ആ ഇക്വേഷൻ, ബെർണോളിസ് തിയറം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളത് 100% ഉറപ്പുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോക്കുള്ള അതിന്റെ ആൻസർ ചെയ്തത്. ലാസ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ആക്ഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് സർഫേസ് ഓഫ്. നേരത്തെ ഡെപ്ത് ആണ്, ഇപ്പൊ ഹൈറ്റ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്ഷൻ ഗ്രാവിറ്റി ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പം കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്ഷൻ ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പൊ എച്ചിന് പകരം എന്ത് കൊടുക്കണം? r/2 എന്ന് കൊടുക്കണം. അതാണ് ഇക്വേഷൻ. എച്ചിന് പകരം r/2 എന്ന് കൊടുത്താൽ മതി. ജിയുടെ ഇക്വേഷൻ എന്താ? g = gm/r+h² എന്നാണ്. അപ്പൊ ആറിന് പകരം എച്ചിന് പകരം r/2 എന്ന് കൊടുക്കുക. അതാണ് കേസ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്ത് നോക്കാം. അപ്പൊ ആൻസർ കിട്ടും. അത് ശരിക്കും 4/9g എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. മനസ്സിലായോ ഇല്ലയോ? കൃത്യമായിട്ട് നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ.